അതെ, നല്ല അടിപൊളി ഒരു കിടിലൻ കോള് കേട്ടോ ഇന്ന് ഞാൻ വന്നുള്ളത്. ഓണർ ഇപ്പം നിലവിൽ നാട്ടിലില്ല, വിദേശത്താണല്ലോ. അപ്പോൾ ഒരു കിടിലൻ ഒരു 1.5 ഏക്കർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ടോ. അപ്പോൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളതാണ് നമ്മൾ ഈ പുറകെ കാണുന്ന ഈ ഒരു വീടിൻ്റെ ഓണറിന് വില ചോദിക്കുന്നില്ല. അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കുമ്പോൾ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഇതുപോലെ പരസ്യം ചെയ്ത് കണ്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മേലെ കാണാൻ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയേക്കാലോ. വണ്ടികളൊക്കെ ഏത് വണ്ടികൾ വേണമെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാക്കണേ വീടെന്ന് പറഞ്ഞാൽ മൊത്തം 4 ബെഡ്റൂമൊക്കെ ഉള്ള വീടാണ്. വാഹനങ്ങൾ ഇതാക്കണേ ഈ ഭാഗത്തോട്ട് 2 വണ്ടിയിലും നിർത്താനുള്ള സ്ഥല സൗകര്യം ഉണ്ടാവും. പോലെ ഇവിടെയും പോർച്ചിനകത്ത് ഇവിടെയും വേണമെങ്കിൽ നമുക്കൊരു വണ്ടിയിലും നിർത്താനുള്ള സ്ഥല സൗകര്യം ഉണ്ട്. മൊത്തം ഒരു 3 വണ്ടി നിർത്താനുള്ള ഗ്യാപ്പ് നമുക്ക് മിറ്റത്തിനുണ്ട് കേട്ടോ. നിലവിൽ വീടിന് ഇപ്പം ഓണർ വില ചോദിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ നിലവിൽ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഒരു 10-300ഓളം കവുങ്ങുണ്ട്, അതുപോലെ ഒരു 10-70ഓളം തെങ്ങുണ്ട്, പിന്നെ ഒരു 10-65ഓളം റബ്ബർ ഉണ്ട്. അതൊക്കെ നമുക്ക് പോയിട്ട് കാണാം. അതിന് മുന്നേ നമ്മളെ പറമ്പിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. ഞങ്ങൾ നോക്കിയാണെങ്കിൽ മെക്കാടൻ ടാറിങ് റോഡാണ് കാണുക കേട്ടോ. അതിനോട് ചേർന്നിട്ടാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളെ പറമ്പിനകത്ത് നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിന് കിണർ അവിടെയുള്ള നമുക്ക് പോയിട്ട് നോക്കാം. അതിന് മുന്നേ ഇവിടെ മിറ്റത്തൊക്കെ നോക്കി നല്ല കായ്ക്കുന്ന സകല സംഭവങ്ങളൊന്ന് കണ്ടുനോക്കില്ലേ. അതെ, നല്ല അടിപൊളി ഒരു കിടിലൻ പ്ലോട്ട് തന്നെയാണ്. ഇനി നമുക്ക് കിണർ കാണിച്ചു കൊടുക്കട്ടോ. അതാക്കണം ഇവിടെയാണ് നമുക്ക് കിണറുള്ള വീടിനോട് ചേർന്ന് തന്നെ ഇവിടെ താഴെ ഭാഗത്ത് വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ബോർവെല്ലാണ് കാണാണ്ടാവുക. അപ്പോൾ ഇത് നോക്കിയാൽ വെള്ളം പറഞ്ഞാൽ വറ്റാത്ത വെള്ളം 365 ദിവസം ഇതേമാതിരിക്ക് വെള്ളം കിട്ടും കേട്ടോ. വെള്ളത്തിനൊന്നൊരു ക്ഷാമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതാക്കണേ നമ്മുടെ പ്ലോട്ടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ് നമുക്ക് ചൈത്രവാഹിനി പുഴയാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പ്ലോട്ട് നിങ്ങൾ എടുക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു കൃഷിക്കാരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറമ്പൊക്കെ നനയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പുഴയിൽ നിന്ന് ഇങ്ങോട്ട് മോട്ടർ അടിച്ചിട്ട് വെള്ളം നനയ്ക്കാനൊക്കെ എടുക്കുകയും ചെയ്യും. പിന്നെ ഇതാക്കണ അടുത്ത വീടുകളെല്ലാം ഉണ്ടാവും, ഒരു ഭാഗത്തോട്ടെല്ലാം വീടുകളുണ്ടാവും. പോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് അങ്ങോട്ടും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വീട്ടിൽ പശുവിനൊക്കെ വളർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പശുക്കൂടെല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെയാണ് നമുക്ക് പശുക്കൂടെല്ലാം വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത്. അതുപോലെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ്. പിന്നെ നല്ല ആദായവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ ഒരു പുകപ്പരെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ റബ്ബർ ഷീറ്റൊക്കെ ഉണക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് പശുക്കൂടിൻ്റെ എല്ലാം വരുന്നത്. ചെറിയ രീതിയിൽ വർക്ക് ഉണ്ട് കേട്ടോ. എന്താ പറയുക, ചെറിയ രീതിയിൽ മെയിൻ്റനൻസ് വർക്ക് ഉണ്ട് ചെയ്യാൻ. ഇനി നമുക്ക് പറമ്പിൽ പോയിട്ട് നമ്മളെ കവുങ്ങ്, തെങ്ങ്, റബ്ബർ അങ്ങനെ ഓരോന്നായിട്ട് പോയി കാണാം. നമുക്ക് മിറ്റമൊക്കെ അത്യാവശ്യം നല്ല മിറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടികളൊക്കെ അങ്ങനെ ഇഷ്ടം പോലെ പറന്ന് പോകുന്നുണ്ട് കേട്ടോ. തിരക്ക് പിടിച്ച റോഡും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വെള്ളത്തിൻ്റെ സോഴ്സ് പറഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിൻ്റെ ജലനിധീൻ്റെ വെള്ളത്തിൻ്റെ പൈപ്പാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്ന് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് പറമ്പിനകത്തോട്ട് പോയിട്ട് അങ്ങോട്ട് മുകളിലോട്ട് പോയിട്ട് ബാക്കി സംഭവങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കല്ലേ. കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ വാ, നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഇതൊക്കെ കണ്ടില്ലേ, കവുങ്ങ് ഫുള്ള് നല്ല കായ്ക്കുന്ന കവുങ്ങ് കേട്ടോ. ഏകദേശം ഒരു 10-300ഓളം കവുങ്ങ് ഇപ്പോൾ നിലവിൽ തന്നെ കായ്ക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല അടയ്ക്കയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാണ് തേങ്ങ പൊളിച്ചതിൻ്റെ ചകിരിത്തോണ്ടാണ് ഈ കൂട്ടിയിട്ടേക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 10-2000ഓളം തേങ്ങ നമുക്ക് കഴിഞ്ഞ ഡീലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ തെങ്ങൊക്കെ കണ്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ലോണം കായൊക്കെ പിടിക്കുന്ന നല്ല അടിപൊളി തെങ്ങുകളാണ് കേട്ടോ. പിന്നെ ഇതാക്കണേ മാവുണ്ട്, ഇവിടെ മാവെല്ലാം നന്നായിട്ട് കായ്ക്കുന്നതാണ്. പിന്നെ ഇനി ഈ ഒരു ഭാഗത്തോട്ട് നോക്കി ഒരുവിധം എല്ലാ മരത്തെ കൂടെയും കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ടോ. കുരുമുളകാണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ കുരുമുളകെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കപ്പ, ചേന, ചേമ്പ് അങ്ങനത്തെ കൃഷികളെല്ലാം ചെയ്യാം. അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ് തൈകളൊക്കെ നടണമെങ്കിൽ അങ്ങനെയെല്ലാം നടാൻ പറ്റും. അത്യാവശ്യം നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ആണെങ്കിൽ നോക്കിയാൽ കാണാൻ നമുക്ക് ചെറിയ കവുങ്ങും തൈകളെല്ലാം ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കുറേ ആക്കിയിട്ടുണ്ട്. വലുതുകൾ എന്താ പറയുക, വലിയ കവുങ്ങിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ചെറിയ കവുങ്ങുകൾ കുറേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം പറമ്പിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ആ സൈഡിലോട്ടും വീടുകളുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ വീടുകളുണ്ട്. പിന്നെ മുകളിലോട്ടും വീടുകളുണ്ട്. പിന്നെ നമ്മളെ പ്ലോട്ടിനകത്ത് കുറേ തേക്കുകളുണ്ട്. പറമ്പിൻ്റെ ഇടയ്ക്കെല്ലാം കുറേ ഇതേപോലെ തേക്കുകളുണ്ട്. പിന്നെ തെങ്ങുകൾ ഇതാക്കണ തെങ്ങൊക്കെ നല്ല കായ്ക്കുന്ന തെങ്ങ്. അതൊക്കെ ഇപ്പോൾ പറിച്ച് കഴിഞ്ഞതാണ് കേട്ടോ തേങ്ങയെല്ലാം. നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ കറണ്ടിന് കണക്ഷൻ പോയിട്ടല്ലേ. അതെ, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുവിധം ലെവലായി കിടക്കുന്ന സ്ഥലം തന്നെ കേട്ടോ. ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും എല്ലായിടത്തോട്ടും ചെറിയൊരു ചെരിവ്. അതെ, വലിയ ഓവർ ചെരിവോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതാണ് ഇതേപോലത്തെ മരങ്ങളുണ്ട്. ഏകദേശം ഒരു 65ഓളം റബ്ബർ മരങ്ങൾ, 105 ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ. അതാണ് ടാപ്പിംഗ് ഒന്നും അധികം ചെയ്തിട്ട് തന്നെയല്ല. പിന്നെ നമ്മൾ ബാക്ക് സൈഡിൽ ഇപ്പോൾ ആ ഒരു ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും വീടുകളെല്ലാം ഉണ്ട്. മൊത്തത്തിൽ കമ്പി വേലി ഇട്ടിട്ട് അതിലെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കുന്നതാണ് അല്ലേ. തേക്കുകളുണ്ട്. ഇത് കണ്ടോ, തേക്ക് മരങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ. പറമ്പിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ തേക്കുകളെല്ലാം ഉണ്ട് അല്ലേ. അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെ കേട്ടോ.
റബ്ബറൊന്നും അധികം ടാപ്പിംഗ് ആക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോളേ നമുക്ക് ഈ ഒരു സ്ഥലം എവിടെയാന്ന് വരുന്നതെന്ന് പറഞ്ഞു കൊടുക്കണ്ട നമുക്ക്? അതെ, സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിൽ ഭീമനടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളീ ഒരു പ്ലോട്ട് ഉള്ളത്. ഭീമനടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മൾ ഈ സ്ഥലം വരുന്നത്. പാങ്ക എന്നാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അതെ, പിന്നെ നമുക്ക് ഇവിടുന്ന് അതുപോലെ തന്നെ നമുക്ക് കുന്നുംകൈയെല്ലാം പോകാം. കുന്നുംകൈന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. പിന്നെ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് നമുക്ക് വെസ്റ്റളേരി പഞ്ചായത്താണ് കേട്ടോ. അതുപോലെ വില്ലേജ് വരുന്നത് കുന്നുംകൈയാണ്. പിന്നെ വെള്ളരിക്കുണ്ട് താലൂക്കിലും പെട്ടിട്ടുള്ള സ്ഥലമാണ്. ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് ഇരുന്ന് കണ്ടതിന് ശേഷം ഡയറക്റ്റ് ഓണറെ തന്നെ നേരിട്ട് തന്നെ വിളിക്കാം അല്ലേ? അതെ, ഓണറുടെ നമ്പർ നമ്മൾ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറെ തന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് സ്കൂളൊക്കെ വരുന്നത് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ സ്കൂളുണ്ട്. നമുക്കിവിടെ കുന്നുംകൈ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം പോയി അടുത്ത് തന്നെ നമുക്ക് UP സ്കൂളെല്ലാം ഉണ്ട്. കുന്നുംകൈ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളരിക്കുണ്ടിലോട്ട് എത്ര കിലോമീറ്റർ പറഞ്ഞ്? 8 കിലോമീറ്റർ. 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളരിക്കുണ്ട് ടൗണിലെത്തും. വെള്ളരിക്കുണ്ട് ആണെങ്കിൽ ഇഷ്ടംപോലെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും ഒക്കെ വന്നാലും നമുക്ക് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലെല്ലാം ഉണ്ട് വെള്ളരിക്കുണ്ട് എത്തിക്കഴിഞ്ഞാൽ. പിന്നെ എല്ലാ മരത്തിലും ഇതേപോലെ കുരുമുളക് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് നോക്കി കൊണ്ടുനടക്കണ പറമ്പനാട്ടോ. ഇവിടെ ഒരു കാടോ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കാടെല്ലാം കൊത്തി എല്ലാ മൂലയിലും നമുക്ക് കമ്പി വേലിട്ട് ബൗണ്ടറി എല്ലാം. ബസ്സാണ് പോകണം കേട്ടോ. നീലേശ്വരത്തിന് ഇഷ്ടംപോലെ ബസ്സുണ്ട്. നീലേശ്വരത്തിന് നമുക്ക് പറഞ്ഞ ഏകദേശം ഒരു 22 കിലോമീറ്റർ ദൂരമാണുള്ളത്. അതുപോലെ കാസർഗോഡിനാണെങ്കിൽ ഒരു 47 കിലോമീറ്റർ ആണുള്ളത്. കണ്ടില്ലെങ്കിൽ കയറി വരുന്നവിടെ തന്നെ. പിന്നെതാ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലോട്ട് കയറി വരുന്ന വഴിയാണ്. വഴിയെല്ലാം ഫുള്ള് കട്ടയെല്ലാം പാകി നല്ല നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കി സപ്പോർട്ടേൻ്റെ മരമാണ് ഈ കാണുന്നത്. സപ്പോർട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലൊക്കെ കണ്ടില്ല ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഞാൻ ജാതിയാന്ന് പറഞ്ഞത്. ആണോ? സപ്പോർട്ടേ. അപ്പോൾ ഇതാ ഫ്രണ്ട് ഭാഗം കയറി വരുന്ന ഭാഗത്ത് ഗേറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. കമ്പി വീടുകളാണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മളെ മെക്കാടൻ ടാറിംഗ് റോഡ്. ഈ റോഡ് വരെ നമുക്ക് വെള്ളരിക്കൊണ്ട് നമുക്ക് പിന്നെ നീലേശ്വരം പോണ റൂട്ടാണ് കേട്ടോ. ഈ റോഡ് അവിടുന്ന് വരുന്നത് നമുക്ക് അവിടുന്ന് വരുന്നത് ഇവിടുന്ന് എന്താ കുന്നുംകൈന്ന് വരുന്ന റോഡാണ്. അത് ബസ്സൊക്കെ കാരണം എന്നുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് പറമ്പിൻ്റെ അതിരിതാണ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് ഏകദേശം കുറേ അത്രയും നീളമുണ്ട്. നല്ല ഫ്രണ്ടേജ് വരെയാണ് നമുക്ക് ഫ്രണ്ടേജ് വരുന്നത്. ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ താഴെ നിന്നുള്ളൊരു വ്യൂ. അടുത്ത കണ്ടില്ലെങ്കിൽ ഇഷ്ടം പോലെ വീടുകളാണ്. അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളുണ്ട്. പിന്നെ നമുക്ക് പള്ളി എന്ന് പറഞ്ഞാൽ മുസ്ലിം പള്ളി. ഇതാണ് അവിടുന്ന് നടക്കാനുള്ള ദൂരത്തിൽ നമുക്ക് മുസ്ലിം പള്ളി ഉണ്ട്. പിന്നെ നമുക്ക് കുന്നുംകൈയിലെത്തി കഴിഞ്ഞാൽ അവിടെ മുസ്ലിം പള്ളി ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഭീമനടി എത്തിക്കഴിഞ്ഞാൽ അവിടെയും പള്ളിയുണ്ട്. ക്രിസ്ത്യൻ പള്ളി ആണെങ്കിൽ നമുക്ക് ഭീമനടിയിലും ഉണ്ട് കുന്നുംകൈയിലും ഉണ്ട് അല്ലേ? അതെ, നമുക്ക് ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുന്നുംകൈക്കാണ്, അങ്ങോട്ട് ഭീമനടിക്കാണ്. ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണ് ഭീമനടിക്കുള്ളത് കേട്ടോ. അവിടുന്ന് പിന്നെ നമുക്ക് ഭീമനടി എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ നമുക്ക് ഇവിടെ പോകാം, ചിറ്റാരിക്കൽ പോകാം, ചെറുപുഴ പോകാം, അങ്ങനെ എല്ലായിടത്തോട്ടും പോവുകയും ചെയ്യാം. പിന്നെ കറണ്ടിൻ്റെ കണക്ഷൻ ഇതാക്കണ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അതിൽ ഏകദേശം അവിടെ വരെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടേജ് തന്നെ നല്ല നീളമുണ്ട്. ഈ അതിരിന് കണ്ടില്ല, നമ്മൾ നേരത്തെ കണ്ട വീടാണ് കാണുന്നത് ഈ ഒരു സൈഡിൽ അതിരിൻ്റെ അവിടെ. അപ്പോൾ ഇവിടം വരെയാണ് ഇതിൻ്റെ അതിര് വരുന്നത്. കിടക്കുകയാണ് നമ്മളെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. മൊത്തം 1.5 ഏക്കർ സ്ഥലമാണ്. നല്ല പ്രൈം ലൊക്കേഷനാണ്. പിന്നെ നമുക്ക് വെള്ളമൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ കൃഷിയൊക്കെ ചെയ്യണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാക്കുന്നത് ചൈത്രവാഹിനിപ്പുഴയാണ് ആ കാണുന്നത്. അതിനകത്ത് നമുക്ക് മോട്ടർ ഇട്ടിട്ട് നമുക്ക് വെള്ളമൊക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട് അല്ലേ? ചെറിയ റേറ്റാണ് ഓണർ ചോദിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട നമുക്ക്? അതെ, പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ചങ്കളെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സ്ഥലം പേര് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ഭീമനടി ടൗണിൽ നിന്ന് 2.5 കിലോമീറ്റർ, അതുപോലെ തന്നെ കുന്നുംകൈയിൽ നിന്ന് ഏകദേശം ഭീമനടി ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ, അതുപോലെ തന്നെ കുന്നുംകൈയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്ര അകലത്തിൽ പാങ്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 1.5 ഏക്കർ പ്ലോട്ടാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് 70,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓണർ വിദേശത്താണുള്ളത്. അപ്പോൾ +61 ഉള്ള നമ്പറിൽ കൂട്ടിയിട്ട് വേണം അടിക്കാൻ. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു മിസ് കോൾ അടിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ ഓണറുടെ നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ അറിയാൻ ഓണറുടെ നമ്പറിൽ ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വാട്സപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പിൽ മിസ് കോൾ അടിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അത് അല്ലെങ്കിൽ നമുക്ക് സാധാ ഡയലായിട്ട് +61 നമ്പറിൽ ഡയറക്റ്റ് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഓണറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ? അതെ, ബൈ.